കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷും പുറത്തേക്ക് തുപ്പിക്കൊണ്ട് ക്ലാസ് എടുക്കുന്ന മാഷിനെ തന്നെ ഞാൻ വായും പൊളിച്ച് നോക്കിയിരുന്നു. ഇടയ്ക്ക് അടുത്തിരുന്ന് രണ്ടിനും ഒന്ന് പാളി നോക്കിയപ്പോൾ എൻ്റെ അതേ അവസ്ഥ തന്നെയായിരുന്നു രണ്ടിനും. ഹാവോ, ആശ്വാസം കൂട്ടുണ്ടല്ലോ. എന്നാലും ഈ മാഷിന് ഒന്ന് പതുക്കെ പറഞ്ഞൂടെ? ഹോ, ഇതൊക്കെ എവിടുന്ന് വരുന്നോ എന്തോ. ഓ, വലിയ ബാംഗ്ലൂർ പരിഷ്കാരിയല്ലേ, ഇതൊക്കെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ശ്രീദേവി, ആർ യു ഹിയർ? പെട്ടെന്ന് മാഷിൻ്റെ പേര് വിളിച്ചപ്പോഴാണ് ഞാൻ ചിന്തയിൽ നിന്ന് ഉണർന്നത്. നോക്കുമ്പോൾ മാഷടക്കം ഫുൾ ക്ലാസ് എന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ മാഷിനെ നോക്കിയിരുന്നു. ഡേ, താൻ ഏത് ലോകത്താ? ഇവിടുന്ന് അല്ലേ? മാഷ് അല്പം ഗൗരവത്തിൽ എന്നോട് ചോദിച്ചു. ഞാനൊന്ന് വിളിച്ചു കൊടുത്തു. ഞാനിവിടെ ഉണ്ട് സർ. മാഷിനെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു. മാഷിന് ചിരി വരുന്നുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ കലിപ്പിൽ തന്നെ നിന്നു. ഓഹോ, ഇവിടെയുണ്ടോ? എന്നാ ഒന്ന് നോക്കട്ടെ. വാട്ട് ഈസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? ശിവനെ പെട്ട്. അതെന്ത് ജാതനോ? ഞാൻ എന്ത് പറയും എൻ്റെ ദേവിയെ? ശ്രീദേവി, സ്റ്റാൻഡ് അപ്പ് ആൻഡ് സേ ദ ആൻസർ. മാഷിൻ്റെ ശബ്ദം വീണ്ടും കനത്തതും ഞാൻ പതിയെ എഴുന്നേറ്റു. ദുഷ്ടൻ ക്ലാസ്സിൽ കയറിയ പിന്നെ ഈ ജന്തുവിനെ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കില്ല. നിത്യം കൃപയാണെങ്കിൽ എന്നെ നല്ലോണം ആക്കി ചിരിക്കുക തെണ്ടികൾ. ഞാൻ അവരെ നോക്കി പല്ലിറുമി. മറ്റു പലയിടത്തുനിന്നും ചില അവളുമാരുടെ അടക്കി പിടിച്ച് ചിരി കേൾക്കുന്നുണ്ട്. കള്ളക്കൂട്ടങ്ങൾ. ഞാനും മാഷും ഒന്ന് പിരിയാൻ കാത്തിരിക്കുക, മാഷിനെ വശീകരിക്കാൻ. എടോ, താൻ ഇപ്പോഴും കിനാവ് കാണുകയാണോ? ആൻസർ പറയടോ. അത് ഞാൻ സർ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് തകതിമി കളിച്ചു. മാഷിനെ തുറച്ചു നോക്കി നിൽക്കുകയാണ്. ഓ, ഇന്നത്തെ ഇമ്പോസിഷന് ഉള്ളതായിട്ടുണ്ട്. എത്ര തവണ ആണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. താനൊക്കെ എന്തിനാടോ രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി ഇങ്ങോട്ട് എഴുന്നള്ളത്? മനുഷ്യൻ ഇവിടെ കഷ്ടപ്പെട്ട് തൊണ്ടകാറി പറയുമ്പോൾ ഇവിടെ കുറേ എണ്ണം സ്വപ്നലോകത്താണ്. യൂസ്ലെസ് ഫെലോ എന്ന് തുടങ്ങി മാഷ് എന്തൊക്കെയോ പറഞ്ഞു. ബട്ട് എനിക്കിത് വെറും ഗ്രാസ്. കാരണം മാഷ് വന്ന ദിവസം എന്നെ ഇതുപോലെ ഇതേ പിള്ളേരുടെ മുമ്പിൽ വെച്ച് വാരിയതാണല്ലോ. ഞാനൊന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. വടി പോലെ എണീറ്റ് തലയും താഴ്ത്തി നിന്നു. ദീപ, താൻ പറയൂ. എന്നെ ഞെട്ടിച്ചുകൊണ്ട് മാഷ് ദീപയെ വിളിച്ചതുകൊണ്ട് ഞാൻ മാഷിനെ മേടിച്ചു നോക്കി. ഈ ദീപ എൻ്റെ മെയിൻ ശത്രുവാണ്, വൻ പാര. കാരണം അവൾക്ക് മാഷിനെ ചെറിയൊരു നോട്ടമുണ്ട്. അത് മാഷിനും അറിയാം. മാഷ് വിളിച്ചത് കണ്ട് അവൾ വിടർന്ന മുഖത്തിട്ട് എഴുന്നേറ്റ് ഒറ്റ ശ്വാസത്തിൽ ആൻസർ പറഞ്ഞ് എനിക്ക് നേരെ ഒരു ലോഡും പുച്ഛവും തന്ന് അവൾ മാഷിനെ നോക്കി. ശാപം. വെരി ഗുഡ് ദീപ, സിഡാം. കണ്ടോ ഡോ, കണ്ടു പഠിക്ക്. ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ ഇവിടെ ആയിരിക്കണം. അല്ലാതെ അതിനിടയിൽ വേറെ പരിപാടിക്ക് പോയാൽ ദേ ഇതുപോലെ നാണം കെട്ടിരിക്കേണ്ടി വരും. ദീപയോട് ഇരിക്കാന്ന് പറഞ്ഞ് മാഷ് എന്നെ നോക്കി പറഞ്ഞ ഡയലോഗ് കേട്ട് എനിക്ക് കലിച്ചു കയറി. ദീപയുടെ നോട്ടമാണ് അൺസൈക്കബിൾ. മാഷേ, ഇതിനൊക്കെ ഞാൻ പകരം ചോദിക്കും. എൻ്റെ നോട്ടം കണ്ടിട്ടാകണം മാഷ് എന്നോട് വേഗം ഇരുന്നോളം പറഞ്ഞു. ഞാൻ മാഷിനെ ഒന്ന് ഇരുത്തി നോക്കി സീറ്റിലിരുന്നു. കാണിച്ചു തരാം മാഷേ ഞാൻ. മാഷിനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ഇരുന്ന് ഞാൻ പിന്നെ ക്ലാസ്സിൽ നിന്ന് ശ്രദ്ധ മാറ്റിയതേയില്ല. ഇൻ്റർവെൽ ആയപ്പോൾ പെണ്ണിനെ തപ്പി ഇറങ്ങിയതാ ഞാൻ. ക്ലാസ്സിലുണ്ടാകില്ലെന്ന് ഉറപ്പാണ്. അപ്പോൾ പിന്നെ നേരെ ഗ്രൗണ്ടിൻ്റെ സൈഡിലേക്ക് വെച്ച് പിടിച്ചു. വിചാരിച്ച പോലെ ആൾ അവിടെ തന്നെയുണ്ട്. മോതയും കയറ്റി വെച്ചാണ് ഇരിപ്പ്. മിക്കവാറും ഇവരുടെ കയ്യിൽ നിന്ന് ഞാനിപ്പോൾ വാങ്ങിച്ചു കൂട്ടും. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നല്ലോ ഞാൻ ക്ലാസ്സിൽ കാഴ്ചവെച്ചത്. ദേവുട്ടി. വേറെ എങ്ങോട്ടോ നോട്ടം വായിച്ചിരുന്ന ദേവുട്ടിയുടെ അടുത്തിരുന്ന് ഞാൻ പതിയെ വിളിച്ചു. അത് കേട്ട് പെണ്ണെന്നെ രൂക്ഷമായി നോക്കി പേടിപ്പിച്ചുകൊണ്ട് കുറച്ച് മാറി നീങ്ങിയിരുന്നു. ഹോ, ആളെ കലിപ്പിലാണ്. ഞാൻ അതേപോലെ അവളുടെ അടുത്തേക്ക് വീണ്ടും നീങ്ങിയിരുന്ന് പെണ്ണിൻ്റെ തോളിലൂടെ കൈയിട്ടു. അപ്പോൾ തന്നെ കുരിപ്പത് തട്ടി മാറ്റി. എന്നെ തൊടാൻ വരണ്ട. എന്നെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് അതും പറഞ്ഞ് ദേവുട്ടി പിന്നെ നീങ്ങിയിരുന്നു. എനിക്കത് കണ്ട് ചിരിയാണ് വന്നത്. എൻ്റെ പെണ്ണിനെ അല്ലാതെ ഞാൻ പിന്നെ ആരെയാ തൊട്ട് ദേവുട്ടിയെ? അയ്യോ, എൻ്റെ പെണ്ണ്. ആ പെണ്ണിനെയാ നിങ്ങളിന്ന് നാണം കെടുത്തിയത്. അത് പിന്നെയും സഹിക്കും. പക്ഷേ ആ ദീപയെ വിളിച്ചത് അത് ശരിക്കും എന്നെ കൊച്ചാക്കാൻ വേണ്ടിയല്ലേ? പറ. അവൾക്ക് മാഷിനോടുള്ള ഇളക്കം നമുക്ക് രണ്ടുപേർക്കും അറിയാം. ആരും ഇല്ലാത്തപ്പോൾ ഞാൻ മുത്ത്, തേൻ, പാല്. അല്ലാത്തപ്പോൾ ഞാൻ മനുഷ്യനെ മെനക്കെടുത്താൻ കെട്ടിയൊരുങ്ങി കോളേജിലേക്ക് വരുന്നവൾ അല്ലേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാൻ ആ ദീപ ശവത്തെ കണ്ട് പഠിക്കണം അല്ലേ? എൻ്റെ പട്ടി പഠിക്കും. അല്ല പിന്നെ. എന്നോട് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അവൾ പറഞ്ഞത് ഞാൻ ചിരി അടക്കി പിരിച്ചുകൊണ്ട് അവളെ നോക്കി. അതും കൂടിയായപ്പോൾ ദേവുട്ടി ദേഷ്യം പിടിച്ച് എഴുന്നേറ്റ് പോകാൻ നിന്നത് ഞാൻ അവളെ വലിച്ച് എൻ്റെ മടിയിലിരുത്തി. പെണ്ണി ഞെട്ടി എന്നെയും പിന്നെ പേടിയോടെ ചുറ്റും നോക്കി. പിള്ളേരൊക്കെ അടക്കി പിടിച്ച് ചിരിച്ചുകൊണ്ട് ഞങ്ങളെ നോക്കുകയാണ്. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ദേവുട്ടിയെ തന്നെ നോക്കിയിരുന്നു. മാഷെ വിട്, ഇത് എല്ലാവരും നോക്കുന്നു. അയ്യേ നാണക്കേട്.
ദേവുട്ടി എൻ്റെ കയ്യിലിരുന്ന് കുതിര എണീക്കാൻ നോക്കി. ബട്ട് ഞാൻ വിടാതെ അവളുടെ അരയിലൂടെ കൈയിട്ട് ലോക്കാക്കി. നീ തന്നെയല്ലേ പറഞ്ഞത് ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നിന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന്? എന്നിട്ട് ഞാനൊന്ന് മൈൻഡ് ചെയ്തപ്പോൾ നാണക്കേട് അല്ലേ? ഇതെവിടുത്തെ ന്യായം? അതിന് ഇങ്ങനെയാണ് കാണിക്കുന്നത്. വിടും മാഷേ, എനിക്കെന്തോ പോലെ തോന്നുന്നു. അവൾ എന്തൊക്കെയോ എക്സ്പ്രഷൻ ഇട്ട് എൻ്റെ കൈ വിടുവിക്കാൻ നോക്കുവാണ്. നിക്ക് ദേവു, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. പിന്നെ ദീപയുടെ കാര്യം. എടി, അവൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിലും അവൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലേ? നീയോ വായും പൊളിച്ച് ഏത് ലോകത്താണ് ഇരിക്കുന്നത്? പോയി കേസ് കൊടുക്ക്. എന്നെയും അവളെയും വെച്ച് കമ്പയർ ചെയ്യണ്ട. പിന്നെ ഈ മാഷിൻ്റെ ദേവിക്കുട്ടിയാകാനല്ലേ? അതിന് ഇത്ര ശ്രദ്ധയൊക്കെ മതി കേട്ടോ. അവൾ പറഞ്ഞത് കേട്ട് എൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. ഓപ്പൺ പ്ലേസ് ആയിപ്പോയി, അല്ലെങ്കിൽ ഇതിനുള്ള സമ്മാനം ഞാൻ കൊടുത്തേനെ. ഞാൻ അവളെ ലോക്കാക്കി വെച്ചിരുന്ന കൈ പതി അയച്ചു. അപ്പോൾ തന്നെ പെണ്ണ് എൻ്റെ നെഞ്ചിനിട്ടൊരു കുത്തും നിന്ന് എണീറ്റ് പോകാനൊരുങ്ങി. എടി ഒന്ന് നിന്നേ. ഞാൻ പിന്നിൽ നിന്ന് വിളിച്ചത് കേട്ട് അവൾ ചോദ്യഭാവത്തിൽ എന്നെ തിരിഞ്ഞു നോക്കി. എന്താ? നിന്നോട് ഞാൻ ഒരു കോമ്പറ്റീഷൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അത് അടുത്ത ആഴ്ചയാണ്, മറക്കണ്ട. റൂൾസൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് കേട്ട് അവൾ തലയാട്ടി തിരിഞ്ഞു നടന്നു. പിന്നെ എന്തോ ഓർത്ത പോലെ ഓടി വന്ന് എൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. ആ ദീപ ആൻസർ പറഞ്ഞെന്ന് കരുതി അവരുടെ പിറകെങ്ങാനും പോയി എന്ന് ഞാൻ അറിഞ്ഞ ഞാനൊരു കുസൃതിയോടെ ചോദിച്ചു. അത് കേട്ട് അവൾ എൻ്റെ താടി പിടിച്ച് വലിച്ചു. എടി പുല്ലേ! വേദന കൊണ്ട് അലറി ഞാൻ അവളെ തല്ലാനോങ്ങിയതും അവളൊരു ഓട്ടായിരുന്നു. കെട്ടൊന്ന് കഴിഞ്ഞോട്ടെ, നിന്നെ ഞാൻ എടുത്തോളാടി ഗുണ്ടുമുളകെ. അവൾ പോകുന്നത് നോക്കി ഞാൻ മനസ്സിൽ പറഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഇന്നാണ് മാഷ് പറഞ്ഞ കോമ്പറ്റീഷൻ. ക്ലാസ്സില്ല, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നിത്യയും കൃപയും വന്നില്ല. കോളേജിലെത്തിയപ്പോൾ ഫുൾ അപരിചിത മുഖങ്ങൾ. എനിക്കാകെ ഒരു ചടപ്പ് തോന്നി. കോളേജിലെത്തുമ്പോൾ വിളിക്കാനാണ് മാഷ് പറഞ്ഞത്. ദേവുട്ടി. ഞാൻ ഫോണെടുത്ത് മാഷിൻ്റെ നമ്പർ ഡയൽ ചെയ്യാനൊരുങ്ങിയതും മാഷ് പിന്നിൽ നിന്ന് വിളിച്ചതും ഒരുമിച്ചായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മാഷ് ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. ഒരു കാപ്പി കളർ ഷർട്ടും അതേ കരയുള്ള മുണ്ടാണ് വേഷം. മാഷ് നടക്കുന്നതിനനുസരിച്ച് നെറ്റിലേക്ക് മുടി പാറി വീണുകൊണ്ടിരുന്നു. ദേവു, നിന്റെ പാർട്ടിസിപ്പേഷൻ കാർഡ്. ആർട്സ് റൂമിൽ വെച്ചാണ് നിന്റെ കോമ്പറ്റീഷൻ നടക്കുന്നത്. ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നീ അങ്ങോട്ട് പോയിക്കോ. മത്സരം ഇപ്പോൾ തുടങ്ങും. ഞാൻ ഇപ്പോൾ തിരക്കിലാണ്. കഴിയുമ്പോഴേക്കും അവിടെ ഞാൻ ഉണ്ടാകും. ഓക്കെ? മാഷ് ധൃതിയിൽ അത്രയും പറഞ്ഞ് കാർഡും എൻ്റെ കൈ തന്ന് തിരിഞ്ഞടന്നു. എനിക്ക് എന്തോ പോലെ തോന്നി. ഒന്ന് മിണ്ടുക പോലും. പോട്ടെ, ഒരു ഓൾ ദ ബെസ്റ്റ് പോലും തന്നില്ല. ഞാൻ മുഖം കൂട്ടി തിരിയാനൊരുങ്ങിയതും പെട്ടെന്ന് മാഷ് എന്തോ ഓർത്ത പോലെ ഓടി വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ഓൾ ദ ബെസ്റ്റ് ദേവുസേ. നന്നായി ചെയ്യണം കേട്ടോ. ലവ് യു. എൻ്റെ കവിളിൽ കൈവച്ച് ചിരിച്ചുകൊണ്ട് അത് പറഞ്ഞിട്ട് മാഷ് പോയി. എൻ്റെ കണ്ണുകൾ വിടർന്നു. വല്ലാത്തൊരു എനർജി കിട്ടിയ പോലെ. മാഷ് പോയതും ഞാൻ വേഗം ആർട്സ് റൂമിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഫ്യൂസ് പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എൻ്റെ ശിവനെ, ഇതൊക്കെ എൻ്റെ കാറ്റഗറി തന്നെയാണോ? ഒരു ലോഡ് പിള്ളേരുണ്ട്. തേർഡ് പോയിട്ട് പ്രോത്സാഹന സമ്മാനം എങ്കിലും കിട്ടിയ ഭാഗ്യം. കള്ള മാഷ് എനിക്കിട്ട് പണിഞ്ഞതാ. ഞാനൊന്ന് സ്വയം ചിന്തിച്ച് നെടുവീർപ്പിട്ടു. പിന്നെ കൂടുതൽ അമാന്തിച്ച് നിൽക്കാതെ അവർ കാണിച്ചു തന്ന സീറ്റിൽ പോയിരുന്നു. കിട്ടിയ വിഷയം വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് നല്ല ഗംഭീരമായി ചെയ്തു. നൃത്തം, അതായിരുന്നു വിഷയം. അതെനിക്ക് താല്പര്യമുള്ള മേഖലയായതുകൊണ്ട് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ മാഷ് വരാന്തയിൽ തന്നെ ഫോണിൽ തോണ്ടിക്കൊണ്ട് എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോഴേക്കും ദേവൂട്ടി ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. ഒന്ന് പതുക്കെ വാടി, ഞാൻ എങ്ങോട്ടും പോകില്ല. അതിനവൾ ഒന്ന് ഇളിച്ചു വന്നു. ഇങ്ങനെ ഇളിക്കാതെ പല്ല് താഴെ പോവും. പിന്നെ പറ, എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? നൃത്തമായിരുന്നു മാഷെ വിഷയം. അതുകൊണ്ട് ഞാൻ പൊളിച്ചടുക്കി. എന്തോരം പിള്ളേരായിരുന്നു. വല്ലതും കിട്ടുമാവോ? പെട്ടെന്ന് വലിയ വായിൽ പറഞ്ഞു കേട്ട് ഞാനൊരു പുഞ്ചിരിയോടെ നിന്നു. കിട്ടിയാലും ഇല്ലെങ്കിലും നീ പങ്കെടുത്തില്ലേ, അത് മതി. അപ്പോൾ അനുസരണയൊക്കെ ഉണ്ടല്ലേ? ഞാൻ ചോദിച്ചു കേട്ട് അവൾ എൻ്റെ കവിൾ പിടിച്ചു വലിച്ചു. ഇല്ല, തീരെ അനുസരണയില്ല കേട്ടോ. എടി വേദനയുണ്ട് കേട്ടോ, ഒന്നങ്ങോട്ട് തരും ഞാൻ. അതും പറഞ്ഞ് ഞാൻ അവളുടെ വയറിൽ ഒന്ന് പിച്ചി. അപ്പോൾ തന്നെ പെണ്ണ് ഞെട്ടി കൈ പിൻവലിച്ച് നേരെ ഇരുന്നു. ഞാൻ അത് കണ്ട് കവിളിഴിഞ്ഞുകൊണ്ട് ചിരിച്ചു. അല്ല, നിന്റെ പരിപാടി കഴിഞ്ഞില്ലേ? ഇനി എന്താ പ്ലാൻ? അതെന്ത് ചെയ്യാൻ, വീട്ടിൽ പോകാം, അത് തന്നെ. എനിക്കും ഇനി ഇവിടെ വലിയ പണിയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ബീച്ചിൽ പോകാം. ഞാൻ റെഡി. എന്നെ മുഴുവൻ പറയാൻ സമ്മതിക്കാതെ അവൾ പറഞ്ഞത് കേട്ട് ഞാൻ പെണ്ണിനെ അടിപിടി നോക്കി. അപ്പോൾ അവൾ എന്നെ ഒന്ന് നോക്കി ഇളിച്ചു. മാഷ് ചോദിക്കും എന്ന് എനിക്കറിയായിരുന്നു. കൊഞ്ചിക്കൊണ്ട് അവൾ പറയുന്ന കേട്ട് എനിക്ക് ചിരി വന്നെങ്കിലും ഞാൻ ഗൗരവത്തിൽ തന്നെ നിന്നു. ഈ പൊരി വെയിലത്ത് നിന്റെ അച്ഛൻ അരവിന്ദനുണ്ടല്ലോ ബീച്ചിൽ. ഒന്ന് പോയടി അവളുടെ ഒരു ബീച്ച്.
ഞാൻ പറഞ്ഞു കേട്ട് പെണ്ണിൻ്റെ മോന്ത വീർത്ത് വീർത്ത് 2 കൊട്ടകളുള്ളതായി. ഞാൻ ഉള്ളിൽ ചിരിച്ചു. മാഷേ, മര്യാദയ്ക്ക് എന്നെ കൊണ്ടുപോയിക്കോ. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. എന്നാ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ? ഓ, ഞാൻ റെഡി. അയ്യടി, എന്താ ആഗ്രഹം? അതെന്താ, എന്നെ കൊണ്ടുപോകൂലേ? ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ വേറെ വല്ലവനെയും കെട്ടി സുഖമായിട്ട് ജീവിച്ചോളാം. നീ കെട്ടുമോടി? ഞാൻ കളിപ്പിച്ച് ചോദിച്ചതും അവൾ എന്നെ നോക്കി പുച്ഛിച്ചു. ആ, കെട്ടുമല്ലോ. നീ എന്നാ പെണ്ണുവേ? അവൾ പറഞ്ഞത് കേട്ട് എനിക്ക് കലിച്ചു കയറി. ഞാൻ അവളെ അരയിലൂടെ കൈയിട്ട് ചുമരിൻ്റെ മറവിലേക്ക് ചേർത്ത് നിർത്തി. മാഷിൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ഞാൻ ഞെട്ടി മാഷിനെ നോക്കി. മാഷിൻ്റെ കൈ എൻ്റെ ഇടുപ്പിലമർത്തി എന്നോട് കുറച്ചുകൂടി ചേർന്ന് നിവർന്നു നിന്നതും ഞാൻ ശ്വാസം നീട്ടിയെടുത്ത് മാഷിൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. നീ വേറെ കെട്ടോ? മാഷ് പതിഞ്ഞ സ്വരത്തിൽ എന്നോട് വീണ്ടും ചോദിച്ചു. മാഷിൻ്റെ ചൂട് നിശ്വാസം മുഖത്തേക്ക് പതിച്ചതും ഞാൻ ആകെയൊന്ന് വിറച്ചു. ഞാൻ അതേയെന്നും അല്ല എന്നും തലയാട്ടി. പെട്ടെന്ന് മാഷ് ഒരു കൈ കൊണ്ട് എൻ്റെ തോളിൽ നിന്ന് ധാവണിയുടെ ബ്ലൗസ് കുറച്ച് നീക്കി. ഞാൻ ഞെട്ടി മാഷിൻ്റെ മുഖത്തേക്ക് നോക്കി. മാഷ്, എന്താ കാണിക്കുന്നേ? ഞാനൊരു വിറയലോടെ ചോദിച്ചതും മാഷ് മുഖം എൻ്റെ തോളിലേക്ക് അമർത്തി. മാഷിൻ്റെ ചുണ്ടുകൾ എൻ്റെ തോളിലേക്ക് പതിഞ്ഞതിൻ്റെ ഒപ്പം ആ ദന്തങ്ങൾ കൂടി അവിടെ കാണുന്നതും ഞാൻ കണ്ണുകൾ ഇറുക്കിയടച്ച് എരിവ് വലിച്ചു. അവിടെ ചെറുതായി ചോര പൊടിഞ്ഞു എന്ന് തോന്നിയതും മാഷ് തലയുയർത്തി എന്നെ ഒന്ന് നോക്കി ഒരു കള്ള ചിരി ചിരിച്ചു. പിന്നെ എൻ്റെ ചുണ്ടിലൊന്ന് അമർത്തി ചുംബിച്ചു. ഇത് വേദനയ്ക്കുള്ളത്. ഇനി ഇതുപോലുള്ള ഡയലോഗ് അടിച്ചാൽ ഇതുപോലെ തന്നെ ഞാൻ ചെയ്യും. പക്ഷേ ചിലപ്പോൾ സ്ഥാനം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒന്ന് മാറിയെന്ന് വരും. മാഷ് കണ്ണുകൾ കൊണ്ട് മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കിയോണ്ട് പറഞ്ഞത് ഞാൻ ഞെട്ടി ബ്ലൗസൊക്കെ നേരെയാക്കി മാഷിനെ തുറച്ചു നോക്കി. വേദനിച്ചിട്ടാണെങ്കിൽ കൈ അനക്കാൻ വയ്യ. കടിയൻ മാഷ്. ഇനി നമുക്ക് എവിടെയെങ്കിലും പോകാം. മാഷ് അതും പറഞ്ഞ് ഒന്നും നടന്നില്ലാത്ത മട്ടി എൻ്റെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു. ഞാൻ അന്തം വിട്ട് മാഷിനെ നോക്കി നടന്നു. ഓ, ഇതിനെയൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും എൻ്റെ ദേവിയെ? ഞാൻ മുകളിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു.